പൂർണ്ണനായിട്ടുള്ള ഒരു ശിഷ്യൻ എന്ന നിലയിൽ നടരാജ ഗുരു നയിച്ച ഗുരുവിന്റെ ത്യാഗപൂർണമായിട്ടുള്ള ജീവിതത്തെ സംബന്ധിച്ചൊക്കെ നമ്മൾ പലപ്പോഴും പ്രഭാഷണ മധ്യേ എല്ലാവരും തന്നെ സൂചിപ്പിച്ചു പോകാറുള്ളതാണ്. ഒരു ഊട്ടിയിൽ അനുഭവിച്ചിട്ടുള്ള ഗുരുവിന്റെ ത്യാഗങ്ങളും ഗുരുകുല പ്രസ്ഥാനം മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയിട്ട് ഊട്ടിയില് അന്നത്തെ വിദ്യാർത്ഥികളോടൊപ്പം ഉള്ള ഗുരുവിന്റെ ജീവിതത്തില് അന്നാക്കിയിട്ടുള്ള അന്നത്തിന് വേണ്ടിയിട്ട് പെൺവേഷം കെട്ടി ഊട്ടിയിൽ നൃത്തം ചെയ്യേണ്ടി വന്നതും, അതുപോലെ തന്നെ ക്യാബേജിന്റെ പുറംതോടുകൾ സൂപ്പ് വെച്ച് കഴിച്ച ഗുരുവിന്റെ ജീവിതമൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. എങ്കിലും അത്തരം ത്യാഗപൂർണമായ ജീവിതത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് നമ്മൾ അത്തരം ഗുരുവിന്റെ ജീവിതം പറയുന്നതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ജയന്തി ദിനത്തില് നമ്മൾ പുനർവിചിന്തനം ചെയ്യേണ്ടത്. വലിയൊരു അച്ഛന്റെ, അതായത് മഹാനായിട്ടുള്ള ഒരു അച്ഛന്റെ മകനായിട്ട് പിറന്നു എല്ലാവിധ ജീവിത സാഹചര്യം ഉണ്ടായിട്ടും അത്തരത്തില് ഭൗതികമായിട്ടുള്ള മറ്റു നേട്ടങ്ങൾ നേടിയെടുക്കുന്നതിനൊക്കെ ഉപരിയായിട്ട് തൻ്റെ ഗുരുവിന്റെ ദർശനം ഈ ലോകത്ത് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് തൻ്റെ ജീവിത ദൗത്യമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അച്ഛൻ്റെതായിട്ടുള്ള യാതൊരുവിധ സമ്പത്തും തൻ്റെ ജീവിതത്തിൽ എടുക്കാതെ സ്വന്തം ത്യാഗം കൊണ്ട് ആണ് ഗുരുകുല പ്രസ്ഥാനം മുന്നോട്ട് നയിച്ചത്. ആ ഗുരുകുല പ്രസ്ഥാനത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഒരു ഗുരു പരമ്പര, നമുക്കറിയാം, ഗുരു നിത്യചൈതന്യ ഗതിയും ഇപ്പോഴത്തെ ഗുരുമുനി നാരായണ പ്രസാദും ഒക്കെ ഗുരു വളർത്തിയെടുത്ത മഹാന്മാരായിട്ടുള്ള ശിഷ്യന്മാരാണ്. അപ്പൊ ഈ വർഷം രണ്ട് പ്രത്യേകതകളുള്ളത്. നാരായണ ഗുരു 1924 അത് മൗലവി സാഹിബ് തന്റെ പ്രഭാഷണ മധ്യേ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. 1924 ആലുവ അദ്വൈതാശ്രമത്തിൽ വിളിച്ചു ചേർത്തിട്ടുള്ള സർവമത സമ്മേളനത്തിന്റെ 100ാമത് വാർഷികമാണ്. അതോടൊപ്പം ഇതേ വർഷം തന്നെയാണ് 1924 ഗുരുപരമ്പരയിലെ ഗുരുവായിരുന്ന നടരാജഗുരുവിന്റെ പ്രിയങ്കനായിട്ടുള്ള ശിഷ്യനായിരുന്ന ഗുരു നിത്യചൈതന്യയതി ജന്മമെടുത്തത്. അപ്പൊ ഈ രണ്ട് ആഘോഷങ്ങള് നാരായണ ഗുരുകുലത്തിന്റെ ആഭിമുഖ്യത്തില് നമ്മൾ ഒരു വർഷക്കാലം ഈ 2024 പ്രധാനപ്പെട്ട നമ്മുടെ പഠനങ്ങളില് ഉൾപ്പെടുത്തേണ്ട ഒരു വിഷയം സർവമത സമ്മേളനവും അതോടൊപ്പം തന്നെ ഗുരു നിത്യചൈതന്യയതിയുടെ ജീവിതവും ഗുരുവിന്റെ ദർശനവുമാണ്. അപ്പൊ അത്തരത്തിലുള്ള പഠനങ്ങള് ഇപ്പൊ ജനുവരി മുതല് കേരളത്തിലമ്പോഴുള്ള വിവിധ ജില്ലകളിൽ അതിന് തുടക്കം കുറിച്ചു കഴിഞ്ഞു. അതുപോലെ ഗുരുകുലം സ്റ്റഡി സർക്കിളുകളുടെ ഒക്കെ നേതൃത്വത്തില് എവിടെയൊക്കെ ഗുരുകുലങ്ങളുണ്ടോ ആ ഗുരുകുലങ്ങളൊക്കെ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് മഹാഗുരുക്കന്മാർ ജീവിച്ചത്, അവരുടെ ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് യഥാർത്ഥത്തില് ഗുരുകുല പ്രസ്ഥാനം ഇന്ന് ചെയ്യാവുന്നതെല്ലാം തന്നെ ഗുരുപരമ്പരകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഏതാണ്ട് 350ഓളം ഗ്രന്ഥങ്ങൾ മലയാളത്തിലും ഇംഗ്ലീഷിലുമായിട്ട് നാരായണ ഗുരുകുലത്തിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഗുരുകുലത്തിന്റെ മാസിക ഏതാണ്ട് 6000ഓളം കോപ്പികൾ പ്രതിമാസം ആളുകളുടെ കൈകളിൽ എത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗുരുകുലം മാസികളുടെ പരമാവധി നമ്മൾ അംഗങ്ങളുടെ ഗുരുകുലം മാസികയുടെ വരിക്കാരായിക്കൊണ്ടും അതോടൊപ്പം തന്നെ ഗുരുകുല പ്രസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെ അത് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ ഇന്ന് സാധിക്കുക. മുനിഗുരു പലപ്പോഴും തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, സന്യാസ പരമ്പരകള്, അതല്ലെങ്കിൽ ഗുരുകുലത്തിന്റെ സന്യാസിമാര് ഇവർക്ക് ചെയ്യാവുന്ന എല്ലാം തന്നെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിപ്പോ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ഗൃഹസ്ഥന്മാരാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കഴിഞ്ഞ 3 വർഷ കാലമായിട്ട് സ്റ്റേറ്റ് വൈഡ് നാരായണ ഗുരുകുലം സ്റ്റഡി സർക്കിളിന്റെ ആഭിമുഖ്യത്തില് എല്ലാ ജില്ലകളിലും പഠനങ്ങൾ നടത്തുകയും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിലേക്ക്, പ്രത്യേകിച്ച് നമ്മുടെ പുതിയ തലമുറകളിലേക്ക് ഗുരുവിന്റെ ദർശനം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അഹോരാത്രം ആയിട്ടുള്ള പ്രയത്നങ്ങളാണ് നടന്നു വരുന്നത്.
അപ്പൊ എല്ലാ ഗുരുകുലങ്ങളും ഇത്തരത്തിൽ ഉയർന്നു വരുവാനായിട്ടുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള പിന്തുണ, ഇത്തരം ഗുരുകുലങ്ങളിൽ ത്യാഗപൂർണമായിട്ടുള്ള ജീവിതം നയിക്കുന്ന സന്യാസിമാർക്ക് അല്ലെങ്കിൽ സന്യാസിനിമാർക്ക് ഗൃഹസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായെങ്കിൽ മാത്രമാണ് ഗുരുകുല പ്രസ്ഥാനത്ത് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ എല്ലാ ഗുരുകുലങ്ങളിലും ഇപ്പോൾ പ്രതിമാസ പഠന ക്ലാസ്സുകൾ, ഹോമം, ഉപനിഷത്ത് പാരായണം, അതോടൊപ്പം തന്നെ പഠന ക്ലാസ്സുകൾ നടന്നു വരികയാണ്. അപ്പൊ അതിന് ഏതൊക്കെ വിഷയങ്ങളാണ് മാതൃകയാക്കേണ്ടത് എന്നുള്ള വിവരം മുനിഗുരു ഗുരുകുലം മാസികയില് സൂചിപ്പിച്ചിട്ടുണ്ട്. അത്തരം ഒരു പഠനങ്ങൾക്ക് കൂടി നമ്മുടെ ഈ ഗുരുകുലം വേദിയാകണം എന്നുള്ള ഒരു അഭ്യർത്ഥന മുന്നോട്ട് വയ്ക്കുകയാണ്. പ്രതിമാസം ഇവിടെ പഠന ക്ലാസ്സുകൾ നടത്തുവാനും അതിവിടെ ചുറ്റുപാടുമുള്ള ആളുകളുടെ പൂർണ്ണമായിട്ടുള്ള ഒരു പിന്തുണ ഉണ്ടാവണം. അതുകൂടാതെ കേരളത്തിൽ നിന്ന് പ്രഗത്ഭരായിട്ടുള്ള ഫാക്കൽറ്റീസ്, ഡോക്ടർ വി നടേശൻ സാറ്, ഡോക്ടർ സി എച്ച് മുസ്തഫ മൗലവി സാഹിബ്, ഡോക്ടർ പി കെ സാബു സാർ ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായിട്ടുള്ള വിവിധ ആളുകൾ ഇവിടെ പ്രതിമാസം വന്ന് ക്ലാസ്സുകൾ എടുക്കുവാൻ ഉള്ള താല്പര്യം കഴിഞ്ഞ വർഷം തന്നെ അറിയിച്ചിട്ടുള്ളതാണ്. അത്തരത്തിലൊരു പഠനങ്ങൾക്ക് കൂടി വേദിയാകുവാൻ നമ്മുടെ ഗുരുകുല പ്രസ്ഥാനം ബാംഗ്ലൂർ ഗുരുകുലത്തിൽ അത്തരം ഒരു സന്ദർഭം ഉണ്ടാകണം എന്നുള്ള വിനീതമായ ഒരു അഭ്യർത്ഥനയോട് കൂടിയിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.